ഗായ്സ്, അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അഗ്നിപരീക്ഷയുടെ 13ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഓണമൊക്കെ തകർത്ത് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പൊ വാമപ്പ് ടാസ്ക്. അപ്പൊ എല്ലാ ദിവസവും വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുക്കുമല്ലോ, അതേപോലെ ഇന്ന് വാമപ്പ് ടാസ്ക് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രസ്റ്റി ആൻഡ് അൺട്രസ്റ്റി, വിശ്വാസയോഗ്യമായിട്ടുള്ളവരെയും വിശ്വസിക്കാൻ ഒട്ടും കൊള്ളാത്തവരെയും ആണ് ചൂസ് ചെയ്യാനുള്ളൊരു ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലിപ്പോ എല്ലാരും വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ 12 ആൾക്കാർക്കും വിളിച്ചിട്ട് ഓരോരുത്തർക്കും മറ്റേ കത്തിയാണ് അവരുടെ ഇമോജിയും പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഒരു പൂവ്, അങ്ങനത്തെ ഒരു ഇമോജിയുമാണ് കൊടുക്കുന്നത്. അഫിനെ വിളിച്ച് വിത്ത് റീസൺ പറഞ്ഞേ. അഫിനെ വിളിച്ചിട്ട് ശ്യാമിന് ട്രസ്റ്റിയും രാകേഷിന് അൺട്രസ്റ്റി, രാകേഷിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അങ്ങനത്തെ ഒരു റീസണൊക്കെ പറഞ്ഞില്ലാരും. ശ്യാം പൂജക്ക് ട്രസ്റ്റി ആൻഡ് ഷിബിനക്ക് അൺട്രസ്റ്റി. ഇത് എല്ലാവരും കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും കൊടുത്ത് ഇവരുടെ ഒരു ടാഗ് ട്രസ്റ്റി അൺട്രസ്റ്റ് എന്നുള്ള ടാഗ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് രാകേഷ് വന്ന് ശ്യാമ് ട്രസ്റ്റിയായി വിശ്വാസമായി, ശ്യാമൻ അൺട്രസ്റ്റി ആയി. അങ്ങനെ ട്രസ്റ്റ് ആയിട്ട് മൂന്ന് ബാഡ്ജസ് കിട്ടിയിട്ട് ട്രസ്റ്റ് വർത്തി ആയിട്ട് 3 ബാഡ്ജസ് ശ്യാമിന് കിട്ടി. ശ്യാം അതിൽ ലീഡ് ചെയ്ത് 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്യാമിന് കൊടുത്ത ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ രാകേഷ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അഫിയ കൊടുത്ത്, പിന്നെ നമ്മുടെ പൂജ കൊടുത്ത്. അങ്ങനെ 3 ആൾക്കാരാണ് ശ്യാമിന് ട്രസ്റ്റി വിശ്വാസ്യമായിട്ടുള്ളവൻ അങ്ങനെ ഒരു ബാഡ്ജ് കൊടുത്തത്. പിന്നെ അൺട്രസ്റ്റി ആയിട്ട് ഷിബിനെയും ശ്യാമോനും 3 വെച്ച് കിട്ടി. അത് ടൈ ആയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അത് ടൈ ആയി വെച്ച് അതിനുശേഷം വേറൊരു ടാസ്ക് ഇവിടെ കൊടുക്കാൻ. വേറെ ടാസ്ക് എന്ന് പറയുമ്പോൾ ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി ഷിബിനെ വിളിച്ചത്. അല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും വിളിച്ചിട്ടാണ് ടാസ്ക് ലെറ്റർ പറയിപ്പിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഷിബിനെ വിളിപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിന് ടാസ്കിന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കളേഴ്സ് ഉണ്ടാവും. 4 കളേഴ്സിൽ ഒരു ബ്ലൈൻഡ്സ് ധരിപ്പിച്ചിട്ട് അവന്റെ ബാക്കിൽ ഒരു കളർ ഉണ്ടാവും. അതിന്റെ ഏതൊക്കെയാണ് കളേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ കളേഴ്സ് ഉണ്ടാവും. തലയിലും ഒരു കളർ ഉണ്ടാവും. അപ്പൊ ഇവര് ഇപ്പൊ കഴിഞ്ഞ ടാസ്കിൽ വെച്ചിട്ട് ആരൊക്കെയാണോ വിശ്വാസം ഉള്ളതും വിശ്വാസം ഇല്ലാത്തവരും എന്ന് നമ്മളൊരു കമ്പാരിസൺ ഉണ്ടല്ലോ, ആ കമ്പാരിസൺ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ അവര് പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് ചിലപ്പോ കറക്റ്റ് പറയും, ചിലപ്പോൾ തെറ്റ് പറയും, അല്ലെങ്കിൽ നമ്മളെ ഔട്ടാക്കാൻ വേണ്ടി. അപ്പൊ അത് ജഡ്ജ് അനുവേ പറയുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം. എന്നും നമ്മൾ വിശ്വസിച്ച് വിശ്വാസത്തിൽ എടുത്തിട്ട് നമുക്ക് അവിടെ പോയി നിൽക്കണമെന്ന് വേണമെന്നില്ല. പക്ഷെ നമുക്ക് ചോദിക്കാം. നമ്മുടെ തലയിൽ റെഡ് ആണെങ്കിൽ അവർ പറയും മഞ്ഞയാണ്, നീല എന്നൊക്കെ ഓരോരുത്തർ പറയും. അത് അവർ ചോദിച്ചാൽ ഔട്ടാക്കാനുള്ള ഓരോരുത്തരുടെ ഐഡിയാസാണ്. നമുക്കത് യൂസ് ചെയ്യാം. നമുക്കത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി നിൽക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഓക്കെ, അപ്പൊ നമുക്ക് മഞ്ഞ വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞായിട്ടും അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. അപ്പൊ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോരുത്തർ വെച്ച് ഔട്ടായിക്കൊണ്ടിരിക്കും. ഓരോരുത്തർ വെച്ച് പറയുമ്പോൾ അവിടെ ആരാണോ റോങ് ആയിട്ട് നിന്നിട്ടുള്ളത് റോങ് ആയിട്ട് നിന്നവരെ പിടിച്ച് ഔട്ടാക്കും. പിന്നെ ഔട്ടായിട്ടില്ലെങ്കിൽ അവര് നറുക്കെടുത്തിട്ട് ഒരാൾ ഔട്ടാക്കും. അതാണ് വേണമെങ്കിൽ അവർക്ക് കിട്ടിയത് പോവുക ആ റൗണ്ടിൽ. പക്ഷെ ആദ്യത്തെ റൗണ്ടിൽ റെഡിൽ വെച്ച് എല്ലാവരും സേഫായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രാകേഷ് തൊട്ട് പൂജ ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഷഫിൾ ചെയ്തിട്ട് വൺസ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് ഒന്നുകൂടി വരുമ്പോൾ രണ്ടാമത്തെ റൗണ്ട് എത്തുമ്പോൾ വീണ്ടും ആൾക്കാർ വന്നിട്ട് ഷഫിൾ ചെയ്യും. നേരത്തെ കളർ റെഡ് ആണെങ്കിൽ അത് യെല്ലോ ആക്കും, ബ്ലൂ ആക്കും, ഗ്രീൻ ആക്കും, അങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ ഇത് വന്നപ്പം എല്ലാവരും സേഫ്, എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് വന്നു. എല്ലാവരും അവിടെ ഇവിടെ കറക്റ്റ് അവരുടെ തല്ലിൽ എന്ത് കൊണ്ടാണോ അവരവിടെ പോയി കറക്റ്റ് നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ഷഫിൾ ചെയ്യേണ്ടി വന്നു. ഷഫിൾ ചെയ്തിട്ട് നറുക്കിട്ട് എടുത്തിട്ട് എൽദോനെ പിടിച്ച് പുറത്താക്കി. എൽദോ പോയിരുന്നു എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് തന്നെ ഇവര് അഖിലും ജഡ്ജാട് അഖിലും റിയാസും ഇതിനെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ശ്യാമനും ഷിജിലാലും കൂടി ഇവിടെ പ്ലാൻഡ് ആയിട്ട് നല്ല കളി കളിക്കുന്നത്. ഇവർ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് എവിടെയും പോയി നിൽക്കും. ഇവർ രണ്ടുപേരും സെയിം കളർ ആണെങ്കിലും ഓപ്പോസിറ്റ് കളേഴ്സ് ആണെങ്കിലും ഇവർ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് നിൽക്കും. ബാക്കി എല്ലാവർക്കും പണി കൊടുക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് ലോനീറ്റയും ഇതേപോലെ സെയിം സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ലോനീറ്റ ഒരാൾ ഷിജിൻ ചോദിച്ചു വരും. ഷിജിനല്ല, എല്ലാവരും ചോദിച്ചു വരുമ്പോ എന്താണ് ഇവള് തെറ്റിച്ചു പറയും. ലോലിറ്റ തെറ്റിച്ചിട്ട് ഉത്തരം പറയും. പക്ഷെ എന്താണ് ലോലിറ്റക്ക് കറക്റ്റ് ആൻസർ കിട്ടിയെങ്കിൽ ലോലിറ്റ അവിടെ പോയി സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതും ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്ലാൻ ആയിട്ട് ഈ രണ്ടുപേരും കളിക്കുന്നുണ്ടായിരുന്നു. ഇവര് സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ലോലിറ്റ. എന്നിട്ട് 3ാമത്തെ റൗണ്ട് എത്തിയപ്പോ ഷിബിന ഔട്ടായി.
ഈ പറഞ്ഞ പോലെ ഷിജിനും ടാഷിയും ഔട്ടായി. റെഡിലും എല്ലാവരും ഇവര് ഉണ്ടായിരുന്നവരാണ്, ഇവരും പോയി. പിന്നെ നെക്സ്റ്റ് റൗണ്ട് വന്നപ്പം സേഫ് ആയിരുന്നു, എല്ലാവരും സേഫ്, എല്ലാവരും ഉണ്ടായിരുന്ന പറയാ സേഫ് ആയിരുന്നു. അഫിയ ഔട്ടായി. പിന്നെയും വന്ന് അഞ്ചാമത്തെ ടേൺ എത്തിയപ്പം എല്ലാവരും കറക്റ്റ് ആയപ്പോ നറുക്കിട്ട് എടുത്തിട്ട് ലോലിനെ ഔട്ടാക്കി. എനിക്കത് ഇഷ്ടപ്പെട്ടു ലോലിറ്റ് ഔട്ടായത്. കാരണം ലോലിറ്റ് അവിടെ പോയിട്ട് ഒരു മറ്റുള്ളവർക്ക് തെറ്റ് പറയുകയും സ്വയം കറക്റ്റ് ആണെന്ന് ഒരു ഉറപ്പ് വരുത്തിയതിനു ശേഷം അവിടെ പോയി നിന്നിട്ട് അതൊരു സേഫ് ആയിട്ട് തോന്നി. കാരണം സേഫ് ഗെയിമാണ് അവിടെ കളിച്ചതെന്ന് എനിക്ക് തോന്നി. മറ്റുള്ളവർക്ക് ഒരു തെറ്റ് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ശരിയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്. അതിൽ തന്നെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഔട്ടായി. നെക്സ്റ്റ് 6th റൗണ്ടിലും ശ്യാം ഔട്ടായി, 7th സോന ഔട്ടായി. അതേ കണക്ക് രഞ്ജിന് നല്ലൊരു ചൂടാവുന്നുണ്ടായിരുന്നു. ഈ അവർ കളിക്കുന്ന ഗെയിം തന്നെ ഒരു സോന ചോദിച്ചപ്പം സോനക്ക് അവരോട് താല്പര്യമില്ല, സോന ചോദിച്ചില്ല. സോന സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് അവിടെ പോയി നിന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൊത്തത്തിലൊരു ഇതായിപ്പോയി. അതിനിടയ്ക്ക് ലാസ്റ്റ് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ഷാമുന ഷിജിലാൽ. ഇവർ രണ്ടുപേരും വന്നിട്ട് അവരുടെ ഗെയിം ലെറ്റർ വായിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പോലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം 2 പേരും നിൽക്കുകയാണെങ്കിൽ വിൻ ചെയ്യും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഗെയിം ആയിരുന്നു. പക്ഷേ ജഡ്ജസിന് മനസ്സിലായതുകൊണ്ട്, ഇവരും ഷാമോനും ഷിജിലാലും പ്ലാൻ ചെയ്ത് കളിക്കുന്നവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവര് 3 റൗണ്ട് കൂടി ഓടിച്ചു. 3 റൗണ്ട് ഓടിച്ചപ്പോഴും അപ്പോഴും ഒരാൾക്ക് ജയിക്കാൻ പറ്റുന്നവർ മനസ്സിലാകണമായിരുന്നു. ഇവർ രണ്ടുപേരും ജയിപ്പിക്കാനാണ് ജഡ്ജസിന്റെ പ്ലാൻ. പക്ഷെ ഇവർക്ക് ഒരാളും അങ്ങാടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്തതുകൊണ്ടും തോപ്പിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടും ഇവർക്ക് എന്ത് പറ്റി, ഇവർക്ക് 3 റൗണ്ട് കൊടുത്തു. 3 റൗണ്ടിലും പച്ച നീല ചുവപ്പെന്ന് ഇവർ മാറി നിന്നപ്പോ എന്ത് പറ്റി, ജഡ്ജസ് പിന്നെ പൊട്ടം കളിപ്പിക്കാന്നാണെങ്കിൽ പിന്നെ ജഡ്ജസ് എന്തിനാണ് എന്നുള്ള രീതിയിൽ രഞ്ജിനിയും അഖിലും റിയാസും വാക്കൗട്ട് ചെയ്തു. എനിക്ക് അതിൽ നിന്ന് എന്തായാലും അഖില് ചോദിക്കണ്ടായിരുന്നു അതിനിടക്ക്, എന്തായാലും ഇതിൽ നിന്ന് ഒരാളെ ബിഗ് ബോസിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഒരാളെ ചവിട്ടാൻ ആൾക്ക് അവിടെ കയറാൻ പറ്റൂല. കാരണം 2 പേർക്കും ഒരേ സമയം വിന്നറാകാൻ പറ്റില്ല. 2 പേരും ഒരു കയറ്റി വിടും ഇല്ല. അപ്പൊ അതേപോലെ നിൽക്കട്ടെ, ഇവർ നിൽക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോ ആർക്കൊന്നും കിട്ടിയുമില്ല. ലാസ്റ്റ് ഇവര് 3 പേരും കലിപ്പായിട്ട് വാക്കൗട്ട് ചെയ്ത് പോയി. അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു മൊത്തത്തിൽ സംക്രമിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, മൊത്തത്തിൽ കലിപ്പ് സീനൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.